ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SD വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഡിഗ്രി കോഴ്സ് പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1 മുതൽ 4 വരെയുള്ള സെമിസ്റ്ററുകളിൽ ഓഡിറ്റ് കോഴ്സ് എക്സാം എഴുതി പാസ്സാകേണ്ടതുണ്ട്. അപ്പോൾ 2022 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് സെക്കൻഡ് സെം ഓഡിറ്റ് കോഴ്സ് എക്സാമാണ്, റെഗുലർ എക്സാമാണ് നടക്കാൻ പോകുന്നത്. അതേപോലെ 2019-21 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് സെമ്മ് മുതൽ ഫോർത്ത് സെമ്മ് വരെയുള്ള ഓഡിറ്റ് കോഴ്സ് എക്സാമാണ് ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം ഓൺലൈനായിട്ടാണ് ഉണ്ടാവുക. എക്സാം നിർബന്ധമായിട്ടും പാസ്സാവണം. പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് ഓഡിറ്റ് കോഴ്സ് എക്സാമിനെ കാണുക. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് SDE അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ 2022 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് സെമിസ്റ്റർ BA, BCom, BBA വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അവർ റെഗുലർ എക്സാമാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ടൈമാണ് ഓഡിറ്റ് കോഴ്സ് എക്സാം എഴുതുക. അപ്പോൾ ഇവിടെ ഓരോ എക്സാമിൻ്റെയും ഡേറ്റ് ഓഫ് എക്സാം വന്നിട്ടുണ്ട്. 31/1/2024 എക്സാം 9:30 മുതൽ 10:30 വരെയാണ്. അത് BA അഫ്ദുൽ ഉലമ, BA ഫിലോസഫി, BBA. ഓക്കെ, അപ്പോൾ അവർക്ക് രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾ കാൻഡിഡേറ്റ് രജിസ്റ്റേർഡ് BA അഫ്ദുൽ ഉലമ, BA ഫിലോസഫി, BBA ഇൻ CBCSS 2022 അഡ്മിഷൻ. അപ്പോൾ ഇവർക്കൊക്കെ 31 9:30 മുതൽ 10:30 വരെ എക്സാമാണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ 31/1/2024 11:30 മുതൽ 12:30 വരെ BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, പിന്നെ അങ്ങനെ ഓരോന്നിൻ്റെയും ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ BA എക്കണോമിക്സ്, BCom ഒക്കെ ഒരുപാട് SD വിദ്യാർത്ഥികളുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അവരുടെ രജിസ്റ്റർ നമ്പറോടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന രജിസ്റ്റർ നമ്പർ മുതൽ, ഫോർ എക്സാമ്പിൾ 31 ജനുവരി 31 1:30 മുതൽ 2:30 വരെ BCom AS AWBS 001 അത് മുതൽ 0052 ഓക്കെ അതുവരെ. പിന്നെ അതേപോലെ തന്നെ BIAWBS 0001 മുതൽ 0066 വരെ. അപ്പോൾ ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ രജിസ്റ്റർ നമ്പർ ഉള്ള കുട്ടികൾക്ക് ഇന്ന് 31/1/2024 ജനുവരി 1:30 മുതൽ 2:30 വരെ എക്സാം ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങളുടെ ബാച്ച് ഏതാണെന്നുള്ളത് നോക്കുക, ഏത് ഡേറ്റ് ആണ് എന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചിട്ട് ആ ദിവസം എക്സാം എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ BCom ഒരുപാട് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ BCom ബാച്ച് 3ഉം 4 ഒക്കെ ഉണ്ടാകും. അപ്പോൾ ബാച്ച് 3 ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കുക, അതിനനുസരിച്ചിട്ട് എഴുതാം. പിന്നെ ഫെബ്രുവരി 1 സോഷ്യോളജിയാണ്. സോഷ്യോളജിയും അത്യാവശ്യം കുട്ടികളുള്ളത് കൊണ്ട് തന്നെ 2-3 ബാച്ചായിട്ടാണ് തിരിക്കുന്നത്. പിന്നെ അതേപോലെ BA ബാച്ച് 3, സോഷ്യോളജി ബാച്ച് 3 ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ ടൈം ടേബിളാണ്. ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം നടക്കുന്നത് ജനുവരി 31 അതേപോലെ ഫെബ്രുവരി 1 തീയതികളാണ്. സെക്കൻഡ് സെം 2022 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് സെമ്മിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അതും ഇതേപോലെ തന്നെയാണ്. 2 എക്സാം ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക ഏതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആ ഡേറ്റും ടൈമും ഒക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇത് ജസ്റ്റ് ഒന്നും ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ പൗസ് ചെയ്തിട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതിൻ്റെ ഇടയിലാണ് വരുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിനനുസരിച്ചിട്ട് ആ ഡേറ്റും ടൈമും നോക്കിയതിൻ്റെ ശേഷം എക്സാം എഴുതാൻ തയ്യാറാവുക. അപ്പോൾ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് SDൻ്റെ വെബ്സൈറ്റിലുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SDൻ്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ അതേപോലെ അതിൻ്റെ PDF നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 2022 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് സെക്കൻഡ് ഇത്. ഇനി 2021 അതേപോലെ 2019 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ 2021 അഡ്മിഷന് BA, BCom, BBA വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓഡിറ്റ് കോഴ്സ് എക്സാമിൻ്റെ ടൈം ടേബിൾ. അപ്പോൾ ഇവിടെ അധികം കുട്ടികളുണ്ടാവില്ല, കുറച്ച് കുട്ടികൾക്ക് സപ്ലി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 7 BA സോഷ്യോളജി അങ്ങനെ ഒരുപാട് കോഴ്സ് തന്നിട്ടുണ്ട്. BA എക്കണോമിക്സ്, BA ഹിസ്റ്ററി അവർക്കൊക്കെ ഫസ്റ്റ് സെമിസ്റ്ററിൽ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് 9:30 മുതൽ 10:30 വരെയാണ്. ഫെബ്രുവരി 7 ഓക്കെ, ഇനി അന്ന് തന്നെ ഫെബ്രുവരി 7 തന്നെ BA ഇംഗ്ലീഷ്, BBA, BCom എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് ഫസ്റ്റ് സെമ്മിൻ്റെ തന്നെ ഫസ്റ്റ് സെമ്മിലെ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് 11:30 മുതൽ 12:30 വരെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെമിസ്റ്ററിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 7 തന്നെയാണ്. അത് 1:30 മുതൽ 2:30 വരെ ഈ കോഴ്സ് BA കോഴ്സുകൾക്ക്. അതേപോലെ BA ഇംഗ്ലീഷ്, BCom, BBA അത് 7 3:30 മുതൽ 4:30 വരെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ അത് സെക്കൻഡ് സെമ്മ് കഴിഞ്ഞു. ഇനി തേർഡ് സെമ്മ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 അത് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അത് 9:30 മുതൽ 10:30 വരെയാണ് BA വിദ്യാർത്ഥികൾക്ക്.
പിന്നെ ബി അല്ല, ഇതിൽ BCom വരുന്നുണ്ട്, BCom BBA ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കാം, നിങ്ങളുടെ ഓരോ കോഴ്സും നോക്കുക, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹ്യൂമൻ റൈറ്റ്സ് പിന്നെ വരുന്നത് ഫോർത്ത് സെമിസ്റ്ററിലെ ജെൻഡർ സ്റ്റഡീസാണ്. അപ്പോൾ തേർഡ് സെമ്മിലെ ഹ്യൂമൻ റൈറ്റ്സ് അത് എല്ലാവർക്കും 9:30 മുതൽ 10:30 വരെ 8-ാം തീയതിയാണ്. ഇനി ഫോർത്ത് സെമിസ്റ്ററിലെ ജെൻഡർ സ്റ്റഡീസും അതും എല്ലാ SD വിദ്യാർത്ഥികൾക്ക് 11:30 മുതൽ 12:30 അതും 8-ാം തീയതിയിലാണ്. ഓക്കെ. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ ടൈം ടേബിൾ നോക്കാം നമുക്ക്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെമ്മ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് അത് ഫെബ്രുവരി 5-ാം തീയതിയാണ്. ഓക്കെ, ഫെബ്രുവരി 5-ാം തീയതി 9:30 മുതൽ 10:30 വരെ. അപ്പോൾ അത് എല്ലാ കോഴ്സുകൾക്കും ആ ടൈമിൽ തന്നെയാണ് എക്സാം. ഇനി സെക്കൻഡ് സെമ്മിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 5-ാം തീയതി തന്നെയാണ്, 11:30 മുതൽ 12:30 വരെ തന്നെയാണ്, 30 വരെയാണ്. പിന്നെ തേർഡ് സെമ്മിലെ ഹ്യൂമൻ റൈറ്റ്സ് ഫെബ്രുവരി 5-ാം തീയതിയാണ്, 1:30 മുതൽ 2:30 വരെയാണ്. പിന്നെ ഫോർത്ത് സെമ്മിലെ ജെൻഡർ സ്റ്റഡീസ് അതും 5-ാം സെയിം ഡേറ്റിൽ തന്നെയാണ്, 3:30 മുതൽ 4:30 വരെ. അപ്പോൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓഡിറ്റ് കോഴ്സ് എക്സാം 5-ാം തീയതിയോട് കൂടിയിട്ട് മുഴുവൻ എക്സാം കഴിയും. ഓക്കെ. അപ്പോൾ ഏതൊക്കെ സെമ്മിലാണ് സപ്ലൈ ഉള്ളത്, ഏതാണ് നിങ്ങളുടെ കോഴ്സ്, ടൈം നോക്കിയിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക, ആ ഡേറ്റിൽ എക്സാം എഴുതാം.